എൻ്റെ പേര് എൽസി. ഞാൻ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ സ്പോർട്സിന് പങ്കെടുത്തിരുന്നു. 2ാം ക്ലാസ് മുതൽ ഞാൻ സ്പോർട്സിൻ്റേതാണ്. അവിടെ നിന്ന് ഞാൻ ഹൈസ്കൂളിൽ ചേർന്നപ്പോൾ ഹൈസ്കൂളിലും സ്പോർട്സിന് ഹൈ ജമ്പ്, ലോങ് ജമ്പ്, 100, 200 എൻ്റെ ഇൻഡിവിജ്വൽ ഐറ്റായിരുന്നു. അതിനൊക്കെ ഞാൻ വിൻ ചെയ്തിരുന്നു. തൃശ്ശൂർ ജില്ലയുടെ ചാമ്പ്യനും കൂടിയായിരുന്നു. പിന്നെ അതിനുശേഷം SLC കഴിഞ്ഞതിന് ശേഷം ഞാൻ പോലീസിൽ ചേരാനായിട്ട് നടന്നു. പോലീസിൽ ചേരാനല്ല, ജോലി അന്വേഷിച്ച് എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പോലീസിന് ഒരു വാണ്ടൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം പോലീസിൻ്റെ ഇതിന് എനിക്ക് സെലക്ഷൻ കിട്ടി. എംപ്ലോയ്മെൻറ്റിൽ നിന്ന് സെലക്ഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് ജില്ലാ പോലീസ് ഓഫീസറുടെ അവിടെ മെഡിക്കൽ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടി. അതിനുശേഷം പോലീസിൽ ചേർന്ന് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയപ്പോൾ കുറേ ലേഡീസ് 5 പേരെ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു 10,000 ലേഡീസ് വന്നിട്ട് എനിക്ക് ഹൈറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ പോലീസിലെടുക്കണ്ടെന്ന് പറഞ്ഞ് കുറേ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. അന്നത്തെ SP ഒരു ആരെയും കൂട്ടാക്കാത്തൊരു ഓഫീസറായിരുന്നു. അവരെയൊക്കെ ഓടിപ്പിച്ച് രണ്ടാമത് എന്നെ അളന്നു. അങ്ങനെ എനിക്ക് 5 ഫീറ്റ് ലേഡീസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 5 ഫീറ്റിനേക്കാൾ 1/2 ഇഞ്ച് കൂടുതലാണ് ഞാൻ. 1 ഇഞ്ച് 5.1 എന്നെ എടുത്ത് അവരെയൊക്കെ ഓടിപ്പിച്ച് വിട്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ പോലീസിൽ ചേർന്ന് 69-70 ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസ് ട്രെയിനിങ്ങിനായിട്ട് എന്നെ ചേർത്തി. അവിടെ അന്ന് 6 മാസം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. 6 മാസത്തെ ട്രെയിനിങ്ങിൽ ഷൂട്ടിങ്ങും എല്ലാം ഉണ്ടല്ലോ, എല്ലാം പഠിച്ച് ഈ നമ്മുടെ ലോ കോളേജിൽ പഠിക്കുമ്പോഴും അതെ ലോ ഭയങ്കര ഇതായിരുന്നു. ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവില്ല നമുക്ക്. പിന്നെ വെപ്പൻസിൻ്റെ എല്ലാത്തിലും നല്ല മാർക്കോട് കൂടി ജയിച്ച് അങ്ങനെ പോലീസ് കോൺസ്റ്റബിളായിട്ട് 70 ഇവിടെ വന്നു. രാമവർമ്മപുരം ക്യാമ്പിൽ വന്ന് അവിടെ കുറച്ച് നാൾ നിർത്തി. എന്നിട്ടാണ് നമ്മൾ ലോക്കലിൽ വരിക. അങ്ങനെ 78 ഞാൻ SI ആയി. അത് 78 SI ആവുന്നതിന് കുറച്ച് മുമ്പ് പോലീസ് ട്രെയിനിങ് കോളേജിൽ സ്പോർട്സുകാരെ ഇട്ടിരുന്നു. ഈ വോളിബോൾ താരങ്ങൾ പാപ്പച്ചൻ അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളെയും ഇട്ടിരുന്നു. ഫുട്ബോൾ ടീമൊക്കെ കിടക്കുന്ന കാലത്ത് ഞങ്ങളെയും അവിടെ സ്പോർട്സിനായിട്ട് ഇട്ടിരുന്നു. എമർജൻസി ഡ്യൂട്ടി വരുമ്പോൾ അതാത് ജില്ലയിലേക്ക് വിടും. അങ്ങനെയായിരുന്നു. അങ്ങനെ സ്പോർട്സിനെ അവിടെ കിടന്ന് ബാസ്ക്കറ്റ് ബോളും അത്ലറ്റും എല്ലാം ഞങ്ങളായിരുന്നു. കേരള പോലീസാണ് വിൻ ചെയ്തിരുന്നത്. കബഡി അങ്ങനെ എല്ലാ ഇതിനും ചേർന്ന് കേരള ചാമ്പ്യനായി ഇങ്ങനെ പോന്നു. 78 കഴിഞ്ഞ് ഞാൻ 78 തൊട്ട് ശരിക്കും ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു. തിരുവനന്തപുരം എയർപോർട്ടിൽ 12 വർഷം. അന്ന് SBCIDയിലാണ് ഞങ്ങളുടെ പോസ്റ്റ്. സ്പെഷ്യൽ ബ്രാഞ്ച്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലായിരുന്നു പോസ്റ്റ്. അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് വിടുക. അവിടെ 12 കൊല്ലം തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി നോക്കി. തിരിച്ച് 88 എറണാകുളം വനിതാ സ്റ്റേഷനിലെ ചാർജ് എടുത്തു. ആ 4 വർഷം കഴിഞ്ഞ് വീണ്ടും തൃശ്ശൂരിലേക്ക് എന്നെ മാറ്റി. അവിടെ SI ഒന്നും ഉണ്ടായിരുന്നില്ല. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ആദ്യത്തെ SI ഞാനാണ്. അവിടെ നിന്ന് വീണ്ടും ഇവിടെ വന്നതിന് ശേഷം പൂജപ്പുര സ്റ്റേഷൻ ഓപ്പൺ ചെയ്തു, വിമൻ സെല്ല്. അപ്പോൾ DGP എന്നെ ഒരു നല്ല SI വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. തിരിച്ചും 91 എന്നെ തിരിച്ച് പൂജപ്പുര സ്റ്റേഷനിലേക്ക് വിളിച്ച് അവിടെ ചാർജ് എടുത്ത്. അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ന്യൂസ് കിട്ടി. CIമാരെ പോസ്റ്റ് ഉണ്ട്. അത് 3 പോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ആ പോസ്റ്റിലേക്ക് ആകുമ്പോൾ ഞാനാവില്ല. 4ാമത്തെ ഒരാൾ വന്നാലേ ഞാനാവുള്ളൂ. അങ്ങനെ അന്വേഷിച്ച് ഫൈനാൻസിൽ പോയി ഞാൻ തിരക്കിയപ്പോൾ അവിടെ നോർത്ത് ഇന്ത്യൻ ഒരു ഓഫീസറായിരുന്നു, IAS ഓഫീസർ. അന്നേരം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പെൻഷൻ പറ്റാറായി. വെറുതെ അടിച്ച് പറഞ്ഞതാണ്. 5-6 വർഷം ഉണ്ടായിരുന്നു. എനിക്ക് പെൻഷൻ പറ്റാൻ കുറച്ച് നാളുള്ളൂ. അത് കാരണം ഇനി SI ആയിട്ട് 18 വർഷം ഞാൻ SI ആയിട്ട് നിന്നു. ഒരേ നിപ്പ് 18. ഒരൊറ്റ ഓഫീസർമാർ 18 വർഷം SI ആയിട്ട് നിന്നിട്ടില്ല. ഞാൻ മാത്രം ഇങ്ങനെ 18 വർഷം നിന്നു. അതിന് ശേഷം എനിക്കൊരു CI കിട്ടിയത്. CI കിട്ടി 5 വർഷം കഴിയുമ്പോഴേക്കും പെൻഷനാവാൻ ആയി. 2.5 വയസ്സ് സർട്ടിഫിക്കറ്റിൽ കൂടുതലായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ഒറിജിനൽ നമ്മൾ ചേരുമ്പോൾ ആയതല്ലേ. അങ്ങനെ എനിക്ക് DYSP റാങ്ക് അടുത്ത ആ ആഴ്ചയിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ അത് പെൻഷനായി വരിക. അങ്ങനെ എനിക്ക് തീരാ നഷ്ടം വന്നു. അത്രേ ഉള്ളൂ പോലീസിൻ്റെ. 2000. അതിന് ശേഷം ഞാൻ സ്പോർട്സിൻ്റെ സജീവ പ്രവർത്തനമാണ്. ദിവസം രാവിലെ ഇവിടെ വരും,
തോപ്പി സ്റ്റേഡിയത്തിലും പോകും. ഇവിടെയാണ് അധികം വരിക. ഇവിടെ ആകുമ്പോൾ സ്കൂൾ പിള്ളേരെ കോച്ചൊക്കെ നടത്തുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മൾ തന്നെത്താൻ തന്നെ കോച്ചൊന്നും ഇല്ലാണ്ട് തന്നെത്താൻ അവർ നോക്കി നിൽക്കും എൻ്റെ ഓട്ടം കണ്ടിട്ട്. എന്താ വെച്ചാൽ ഇത്രയും പെൻഷനായിട്ടും നമ്മൾ ഇത്രയല്ലേ. ഇപ്പം ഞാൻ ഫിലിപ്പീൻസിൽ ഓടിപ്പോയതെന്ന് പറയാം 24 സെക്കൻഡ് കൊണ്ടാണ്. ഈ 79-ാം വയസ്സിൽ 24 സെക്കൻഡിൽ ഓടുന്ന ഒരൊറ്റ വ്യക്തി ഉണ്ടാവില്ല. 100 മീറ്റർ 24 സെക്കൻഡിൽ അത്രയും ഇതായിട്ട് ഓടി. അത് കുറേ ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഞാൻ സ്പെയിനിൽ പോയി വേൾഡ് മീറ്റിന് പോയപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് മുട്ടിൽ ഇത് പരിക്ക് പറ്റിയതായിരുന്നു. അങ്ങനെ 400 എടുത്തിരുന്നേ, അത് മാറ്റിയിട്ട് ഞാൻ ജാവലിൻ ത്രോനെ കൊടുത്തത്. ജാവലിൻ ത്രോ സക്സസ് ആയി വന്നു. ഇപ്പോൾ ഈ വേൾഡ് മീറ്റിനും കൂടി അടിക്കണം എന്നുണ്ട്. വേൾഡ് മീറ്റിന് പോയാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അത്രയും മീൻസ് അവരുടെ ഇതല്ലേ. നമ്മുടെ അവിടുത്തെ ആൾക്കാരല്ല. ഒരു ഹീറ്റ്സിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ മാത്രമേ ഒരു ഇന്ത്യ ഉണ്ടാവുള്ളൂ. മറ്റൊക്കെ എത്ര ഹീറ്റ്സിനും അവർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു 6ാം സ്ഥാനം 8ാം സ്ഥാനം വരെ. അപ്പോൾ എനിക്കൊരു വാശിയുണ്ട്. ഇപ്പോൾ സ്വീഡനിൽ പോണ വേൾഡ് മീറ്റിന് എനിക്കൊരു പ്രൈസ് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോഴേക്ക് ഈ മുട്ടിലെ മാറ് ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു എങ്ങനെയായാലും ചേച്ചിനെ കിട്ടാനുള്ളത് ഞങ്ങൾ ചെയ്യിപ്പിക്കാം. അങ്ങനെ ഇരിക്കുക. അപ്പോൾ 24 സെക്കൻഡിലോടെ ഏത് വർഷമാണ്? ഇപ്പോൾ ഈ നവംബറിൽ ഫിലിപ്പീൻസിൽ പോയിട്ട് അതിലും മുമ്പ് അതിലും കുറച്ചല്ലേ ഓടിക്കാറ്. അതിലും താത്തി ഓടിക്കാറുണ്ട്. ഇപ്പോൾ കാലിൽ പരിക്ക് പറ്റിയായിരുന്നു. അല്ലെങ്കിൽ എന്നെ കേരള ടൈഗർ എന്ന കർണാടകക്കാർ വിളിക്കുക. ശരിക്കും കർണാടകയിൽ കുറേ പേരുണ്ട് എന്നെ കേരള. എൻ്റെ കാലൊക്കെ തൊട്ട് അവർ ഇപ്പോൾ ഈ കോഴിക്കോട് തലശ്ശേരിയിൽ ഞാനൊരു സ്പോർട്സിന് വരും. അപ്പോൾ കർണാടകക്കാരുണ്ടായിരുന്നു. അവർ വന്നിട്ട് കാലൊക്കെ തൊട്ട് നിറയിൽ വെച്ചിട്ട് ഓടിപ്പോണതാണ്. പിന്നെ എവിടെ പോയാലും എൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് എല്ലാ പ്ലെയേഴ്സും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ എന്നെക്കുന്നു. ഇപ്പോൾ ഫിലിപ്പീൻസിൽ പോയി ഏത് ഏജ് ഗ്രൂപ്പും വന്നിട്ട് എൻ്റെ അടുത്ത് അനുഗ്രഹം മേടിക്കും. അത് എങ്ങനെയായാലും ഒരു പ്രൈസ് അവർക്ക് കിട്ടും. കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആലപ്പുഴക്കാരി ഒരു കുട്ടി, 35+ലുള്ളതാണ്. അതിനൊരു പ്രൈസും ഇല്ല. ഞാൻ പറഞ്ഞു എങ്ങനെയായാലും ഒരു തേർഡ് കിട്ടുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് മൊമെൻറ്റിൽ അതിന് 200 തേർഡ് കിട്ടി. ഭയങ്കര വിദേശികളുടെ ആധിപത്യം ഉണ്ടാകാനുള്ള കാരണം അവരുടെ ഫിസിക്കാണ്. അവർ നമ്മുടെ ഭക്ഷണമല്ല അവരുടെ രീതി. നമ്മൾ ഈ കിട്ടിയത് വാരി വലിച്ചിട്ടുണ്ടാവും. ഞാനതിൽ പെടില്ല കേട്ടോ. നമ്മൾ പുറമെന്നൊന്നും അധികം ഭക്ഷണം കഴിക്കില്ല. ഇപ്പോൾ ബ്രസീലിൽ പോയി ഫ്രാൻസിൽ പോയി ഞങ്ങൾ അരി വെച്ച് കഴിക്കുക. കുറച്ച് നാൾ നമ്മൾ വെച്ച് നോക്കിയ അപ്പോൾ നമ്മുടെ പോക്കറ്റൊക്കെ പോകും. എന്നൊരു എത്ര $1 എണ്ണി കൊടുക്കണേ. അവിടെ ചോറിന് നമ്മൾ തൂക്കം നോക്കിയിട്ടാണ് ബ്രസീലിൽ 16 ഇത് എന്ന് പറഞ്ഞാൽ ഒരു ചോറും കറിയും കിട്ടും. ഫ്രാൻസിൽ അങ്ങനെയല്ല, ചോറ് മാത്രമേ കിട്ടുള്ളൂ. $8 കൊടുത്താൽ നമുക്ക് ഒരു കുറച്ച് ചോറ്, പിന്നെ കറിയൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു 8 ദിവസം കഴിയുമ്പോഴേക്കും 10-20 ദിവസം അവിടെ നിന്നുണ്ടാകുമ്പോൾ നമുക്ക് $1 കഴിയും, എല്ലതും കഴിയും. നമ്മൾ ചിലപ്പോൾ പണയം വെച്ചിട്ട് വരേണ്ടി വരും. അന്നേരം എല്ലാവരും കൂടി ചെയ്തു. ഒരു ഇൻഡൻസീവ് കുക്കർ മേടിച്ചിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ അവിടെ ബസ്സൊക്കെ ഫ്രീയാണ്. നമുക്ക് ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായാൽ മതി, എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം നമുക്ക്. അങ്ങനെ ഞങ്ങൾ പോയി പർച്ചേസ് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അരി, പിന്നെ രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് മാത്രമേ നമുക്ക് ഫ്രീ ഉള്ളൂ. അതിൽ നിന്ന് കുറേ ഇവിടെ നിന്ന് തൊട്ട് അവിടെ വരെ ഉണ്ടായിരിക്കും. ഫ്രൂട്ട്സായിട്ടും മുട്ടയാണെന്ന് വെച്ചാൽ ക്രീമായിട്ട് പുഴുങ്ങിയത്, അങ്ങനെ പല ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ആറ്റം വരെ ഉണ്ടായിരിക്കും. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞങ്ങളൊരു ബാഗൊക്കെ ഉണ്ടാവും. പകുതി നമ്മുടെ ഇന്ത്യക്കാരല്ല നമ്മൾ, എല്ലാവരും അതിൽ നിന്ന് കുറേശ്ശെ എടുക്കും. ഉച്ചയ്ക്ക് ഒന്നും കിട്ടില്ല നമുക്ക്. ഗ്രൗണ്ടിൽ പോയി പിന്നെ തിരിച്ചു വരാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ചൊക്കെ കൊണ്ടുപോകും. അപ്പോൾ രാത്രി വന്ന് ഞങ്ങൾ അല്ലെങ്കിൽ പ്രസൻറ്റിലുള്ളവരാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്കൊക്കെ ചോറ് വെച്ച് ഇവിടെ വയ്ക്കും. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം, ആണുങ്ങളും അതെ പെണ്ണുങ്ങളും ഞങ്ങൾ ഒരുമിച്ച്. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ജീവിക്കണം അവിടെ. ജേക്കബ് സാറൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ആസ്ട്രേലിയ തൊട്ടാണ് ഞാൻ ജേക്കബ് സാറിനൊക്കെ സ്പോർട്സ് കൗൺസിൽ ഞാൻ മന്ത്രിയെ പോയി കണ്ടിട്ട് എനിക്ക് ഇപ്പം കുറ്റം പറയല്ല. ഞാൻ രാവിലെ പോയിട്ട് ഞാനും ആലപ്പുഴത്തെ ഒരു വാസന്തി, കൊല്ലത്തെ ഒരു സംഗമയും കൂടി രാവിലെ പോയി സെക്രട്ടറിയിലെ മൊയ്തീൻ സാറായിരുന്നു അന്ന് സ്പോർട്സിൻ്റെ മന്ത്രി. ഞങ്ങൾക്കിങ്ങനെ ഏഷ്യൻ മീറ്റിന് പോകാനാ ചൈനയിലായിരുന്നു അന്ന് പോണത്. അപ്പോൾ ചോദിച്ചപ്പോൾ നോക്കാം. അത് രാവിലെ പോയിട്ട് ഞങ്ങൾക്ക് 5 മണിക്ക് ആളെ കാണാൻ പറ്റിയത്. മഴയുണ്ട്, ഞങ്ങൾക്ക് തിരിച്ചു വരും വേണം. അങ്ങനെ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറയാം നോക്കാം. ഞാൻ പറയാം തൃശ്ശൂർ വരികയെന്ന് വെച്ചാൽ സാറേ അവിടെ നോക്കിയാൽ മതി. നോക്കാമെന്ന് പറഞ്ഞു. ഒരു പൈസ ജേക്കബ് സാറിന് MLA-ക്കാരുടെ പിരിവ്, MLA-ക്കാരുടെ ഒരു കൊടുക്കുന്നത് അവരുടെ ഇതല്ലേ. പിന്നെ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് 1 ലക്ഷം ആസ്ട്രേലിയയിൽ ഞാൻ പോയതാണ്. ഓസ്ട്രേലിയയിൽ ഞാനും കണ്ണൂരത്തെ രാഷ്ട്രീയ അവർക്ക് കൊടുത്തു. ഈ ജേക്കബ് സാറിനും ആ കുട്ടിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ കൊടുക്കാനുണ്ട് ഒരു തഹസിൽദാറാണ്, വില്ലേജ് ഓഫീസർ തങ്കമ്മ. അവർക്കൊക്കെ 1,50,000 കൊടുക്കാമെന്ന് പറഞ്ഞാൽ കണ്ണു തള്ളി പോവുക. നമ്മൾ ഇവിടെ കോർപ്പറേഷനിൽ കൊടുത്ത ബിന്ദു മേയറായിരിക്കുന്ന സമയത്ത് എനിക്ക് 2,500 രൂപ. നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ്
ബാംഗ്ലൂർ പോകാനുള്ള റൂം എടുക്കാനുള്ള പൈസ ഇല്ല. പിന്നെ ഞാൻ ആകെ മടുത്തു. ഇപ്പം ഞാൻ വർഗീസ് MK വർഗീസാണല്ലോ ഈ മേയർ, നമ്മളെ നൈബറാണ്. എൻ്റെ കൂടെ സ്പോർട്സിനും സ്വിമ്മിങ്ങിനൊക്കെ വരുന്ന ആളാണ്. നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത്ര 2 പ്രാവശ്യം പോയി. അപ്പോൾ ആ പേപ്പറുകൾ അവിടെ ഇരിക്കുന്നുണ്ട്, നോക്കിയിട്ടില്ല. കുറേ പേരുണ്ടാണ്. ഞാൻ പിന്നെ നോക്കാനും പോയില്ല, ഒന്നിനും പോയില്ല. ഈ കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങൾ സ്പോർട്സ് താരങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പിന്തുണ ഒന്നുമില്ല. തമിഴ്നാടുകാർ ഫ്ലൈറ്റ് ചാർജ് വരെ കൊടുക്കുന്നുണ്ട്. അതാ നമ്മുടെ എറണാകുളത്ത് നിന്ന് എത്ര പേരാ അതിൽ പോയി ചേർന്നതെന്നറിയോ? ഫ്ലൈറ്റിൻ്റെ അവർക്ക് ഞാൻ പറഞ്ഞു ഞാൻ വരട്ടെ. ശിവകാമി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട് അവിടെ. അവർ എൻ്റെ ഏജ് ഗ്രൂപ്പിൽ വരണതാണ്. അവർ അത്ര വണ്ണമുണ്ട്. അവർക്ക് റീല ഓടണം. നമ്മൾ എവിടെ വേൾഡിൽ പോയി അവരിങ്ങനെ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ റീലയ്ക്ക് നിൽക്കാൻ പറഞ്ഞാൽ അവർക്കൊരു പ്രൈസുണ്ട്. ഞാനും എന്നെപ്പോലെ വേറൊരു വെസ്റ്റ് ബംഗാളിലത്തെ ഒരു മഞ്ജുണ്ട്. അവർ രണ്ടാളും ഞങ്ങൾ രണ്ടാളും നിന്ന് ഒരാൾ പെൻഷൻ, ഒരാൾ സ്റ്റാർട്ടിങ് ആയിരിക്കും. ഇവർ മൂന്നാമത് നിൽക്കുക അല്ലെങ്കിൽ രണ്ടാമത് നിൽക്കുക. അവരിങ്ങനെ നടന്നു വരും. നമുക്ക് ഷെയിമല്ലേ, അവർക്ക് മെഡൽ കിട്ടണം. അങ്ങനെ നമ്മൾ മേടിച്ചു. ഞാൻ 2-3 പ്രാവശ്യം ഇപ്പോൾ ഞാൻ പറയും എൻ്റെ ഇൻഡിവിജ്വൽ അയച്ചുണ്ട് ശിവകാമി, എനിക്ക് കാലിൽ വയ്യ, ഇഞ്ചുറിയാണ്, അത് കാരണം ഞാൻ ഓടില്ല എന്ന് പറയും. നമുക്ക് നാണക്കേട്. വേൾഡ് മീറ്റിനൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി. അതുമാതിരി കടലിൽ ചാടുന്നവർ ചാടുകയല്ല ചെയ്യണേ, അവരിങ്ങനെ കവച്ച് വെച്ചിട്ടേ നമുക്ക് തന്നെ നാണക്കേട് വരും. അവിടെ നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു മതന്മാർ ചാടി പോകുമ്പോൾ നമ്മൾ ഈ കവച്ച് വെച്ച് പോകുമ്പോൾ എന്തായിരിക്കും? അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമ്മൾ വിഡ്ര ചെയ്യാം. ഞാൻ റിലേക്ക് ഇപ്പോൾ ചേരാറില്ല. ഇപ്പോൾ പൂനെയിൽ വന്നിട്ട് ആർക്കും പ്രൈസ് കിട്ടാത്തവരുണ്ട് കുറച്ച് പേര്. അപ്പോൾ അവർക്ക് ഓടി കൊടുക്കാൻ പറയും. ഞാൻ പറയും നടക്കാമെന്ന് വെച്ചാൽ ഞാൻ വരില്ല, നമുക്കൊരു സ്റ്റാറ്റസ് ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര വയസ്സിൽ ഓടണം. അപ്പോൾ അവർ എന്നെക്കാളും ചെറുപ്പം, അവർക്ക് ഓടിക്കൂടെ? ഏജ് കുറഞ്ഞവരെ ഭാഗത്തേക്ക് നമ്മൾ വിടണതേ. അവർക്ക് സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ ഫിനിഷിങ്ങിലോ അവർ ഓടില്ല. പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഫിനിഷിങ്ങിനും സ്റ്റാർട്ടിങ്ങിനും നിൽക്കാൻ പോകണം. അതിന് ചിലവർക്കൊക്കെ എന്നോട് ദേഷ്യമാണ്. നമ്മളതിന് പോണേന അടുത്തുള്ളവർ പറയും മതിയാക്കിയില്ലേ, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ അവിടെയുണ്ട്, മതിയാക്കിയില്ലേ, ഇത് മതി, ഇനി വേറെ ഒരുത്തിരിക്കും. ഇപ്പോൾ കാല് വയ്യാന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം നമ്മൾ കാല് വയ്യാണ്ട് പോയിട്ട് പിന്നെ നേഴ്സിനോട് ഈ സമ്മേളനത്തിനൊക്കെ എന്നെ ആദരിക്കേണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞു നിങ്ങളും അരമണിക്കൂറെങ്കിലും നടക്കുക. മുട്ടുവേദനയ്ക്കൊന്നും മരുന്നില്ല, എക്സസൈസ് മാത്രമേ ഉള്ളൂ. ഏത് ഓർത്തോനെ കണ്ടാലും നമുക്ക് കുറച്ച് മെഡിസിൻ തരും. വേദന അപ്പോഴത്തെ തൽക്കാലം മാറുള്ളൂ. എക്സസൈസ് ഉണ്ട്. ഈ എല്ല് തേമാനം എന്നൊക്കെ പറയുന്നത് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ മിക്ക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരും, കുട്ടികൾക്കും വരുന്നുണ്ട്. പക്ഷേ അധിക വയസ്സായ അവന് എക്സസൈസോ ഉള്ള ഒരു റെമഡി വേറെ ഒന്നുമില്ല. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇരുന്ന് ചെയറിലിരിക്കുക, ഒരു കാലിങ്ങനെ ആക്കുക, പിന്നെ 5 മിനിറ്റ് എണ്ണീറ്റ് 5 പ്രാവശ്യം എണ്ണീറ്റ് വയ്ക്കുക, പിന്നെ 2 കാലും അങ്ങനെ വയ്ക്കുക. അതൊരു എക്സസൈസേ ഉള്ളൂ. പിന്നെ കിടന്നിട്ട് ഈ നമ്മുടെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ അതിലൊരു പില്ലോ വയ്ക്കുക, എന്നിട്ട് ഈ മുട്ടിങ്ങനെ താത്തി കൊടുക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ ചെയ്യട്ടെ, അവർക്ക് അനങ്ങാൻ വയ്യാന്ന്, ഒക്കെ തിന്ന് പ്രമേഹമാണ് മറ്റേതാന്ന് പറഞ്ഞാൽ അവർ നടക്കണം കുറച്ച്. പിന്നെ തീറ്റയ്ക്ക് നമ്മുടെ ആൾക്കാർ കുറയ്ക്കില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഞാൻ ഈ ഇവർക്ക് പെൻഷനേഴ്സിൻ്റെ സമ്മേളനം നടന്നു ഉല്ലൂർ ഇതിൻ്റെ ബ്ലോക്കിൻ്റെ. അപ്പോൾ അതിന് സംസാരിച്ചു. SP മാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ SP മാരുടെ ഇതിന് പറഞ്ഞു.